എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയ ഈ ഒരു പടത്തിലേ? അല്ല വേറെ അല്ലേ ഇങ്ങനത്തെ ഒരുത്തനൊക്കെ പടത്തിൽ അല്ലേ? കുഴപ്പമില്ലേ? ആ സമയത്തൊക്കെ ഒത്തിരി പേരെന്നെ കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർ വന്ന് അവിടെ നിന്നൊക്കെ ഈ ഡാൻസിലൊക്കെ പോകുമ്പോൾ പുറത്തുള്ള ഒരു പടത്തിൻ്റെ പാട്ട് സീനിലൊക്കെ പിള്ളേരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൊണ്ടുപോയപ്പോൾ എന്നെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എനിക്ക് ഇത് വരും. പക്ഷേ എന്താ സംഭവിച്ചാൽ കറുത്ത രീതി. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇങ്ങനെ റിലീസിന്റെ ഡേറ്റ് ഇങ്ങനെ അടുത്ത് വരുമല്ലേ, ടെൻഷനൊക്കെ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്. കാരണം ഞാനിതുവരെ ഒരു ക്യാമറ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ പോലും ഞാൻ ക്യാമറ മുന്നിൽ പോസ് ചെയ്യാനോ ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കില്ല. അതെന്റെ ഐഡിയ ഒക്കെ നോക്കി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോട്ടോ ഒന്നും ഇടാറില്ല. ഇവിടെ വന്നിരിക്കാൻ ഇത്ര ചമ്മലുണ്ടായിരുന്നു. അല്ല, എൻ്റെ അടുത്ത് നേരത്തെ തുടങ്ങി പറയുന്നുണ്ട് വന്നിരിക്കുക, വേണ്ട വേണ്ട വേറെ. നമുക്ക് ഇത് എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ക്യാമറയുടെ പുറകെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ എന്നാലും എനിക്കൊരു പേടിയുണ്ട്. ഫ്രണ്ടിലിട്ട് നമ്മൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇന്ന് മുട്ടേരിന്ന് ഇറക്കും. ഇപ്പോൾ 2-3 ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അയാൾക്ക് ഫിലിമിൽ അഭിനയിക്കുമ്പോൾ ശരി, അപ്പോഴും ശരിയായില്ല. പക്ഷെ നമ്മളുടെ എൻ്റെ ഒരു ക്യാരക്ടർ ഇപ്പം എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളൊരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എനിക്കത് ഇൻ്റർവ്യൂ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും നമ്മൾ പറയേണ്ടത്, അവിടെ ചെല്ലുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സിനിമ റിലീസ് അല്ല, പ്രേക്ഷകരോട് പറയാൻ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ വലിയ ആർട്ടിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഫിലിമുള്ളൂ. അപ്പം മിക്കരൊന്നും മടിക്കും. ഇത് എന്ത് ആരും ഇല്ലല്ലോ, ഈ പറയുന്ന സുധീകൊപ്പയാണെങ്കിലും ഐശ്വര്യ, മോളി ചേച്ചി, ഇവരൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും കഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ഒരാൾക്ക് കാണുമ്പോൾ ഒന്നും മനസ്സിലാകില്ലായിരിക്കും. കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ലല്ലോ. അപ്പോൾ വേറെ ഒരാളെന്നൊരു അത് കൊള്ളത്തില്ല, ഒന്നും മനസ്സിലായില്ല. പക്ഷെ അത് സെക്കൻഡ് ഹാഫ് എന്താണോ അത് മനസ്സിലാക്കിയാൽ സിനിമ എന്താണോ മനസ്സിലാവുള്ളൂ. എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമ തുടങ്ങിയ മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ കഥയും കാര്യങ്ങളും എല്ലാം അറിയാം. ഇവർക്കും ഓൾമോസ്റ്റ് അറിയാം. ഇവരൊക്കെ ഇത് കണ്ടതാണ് അല്ലേ, പ്രിവ്യൂ ഷോ കണ്ടുകൊണ്ട് ഇവർക്കും എന്താണെന്ന് അറിയാം. ഷൂട്ടിങ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇവിടെ ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങളും വെച്ചത് എന്താണ് ഈ ഷൂട്ട് ചെയ്യണത്, ഇന്നലെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ബാക്കിയല്ലല്ലോ ഇത് ഷൂട്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ. രാജാനാണെങ്കിൽ 10 ദിവസം ഷൂട്ടിങ് ഉണ്ടെങ്കിൽ രാജാന് 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 1-ാമത്തെ ദിവസമാണ് രാജാൻ വന്നിട്ട് ഇതെന്താണ് ഈ എടുത്ത് വെക്കണത്, രാജാൻ വരെ വെച്ചിട്ടുണ്ടായിരുന്നത്, ഇതെന്താണ് ഇന്നലെ എടുത്തതിൻ്റെ ബാക്കിയല്ലല്ലോ എടുക്കണത്. ഇത് എഡിറ്റിങ് കഴിയുമ്പോൾ കംപ്ലീറ്റ് മനസ്സിലാവും അല്ലേ രാജേട്ടാ? സിനിമ കാണണം, അതെന്തായാലും മനസ്സിലാവും, പൂർണ്ണമായും കാണണം തുടക്കം തൊട്ട്. ഈ സുധീറിനെ എല്ലാവരും സുധീർ സാലി എന്നാണ് ഞാൻ വിളിക്കാറുള്ളത്. എല്ലാവരും സാറേ എന്ന് വിളിക്കും. ഞാൻ എൻ്റെ ഒരു ബ്രദറിനെ പോലെ സുധീർ സാലിനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ആ സാറേ എന്ന് വിളിക്കുക എനിക്ക് ഒരിക്കലൊരു സിൻസിയറിറ്റി ഇല്ലാത്ത പോലുള്ള ഒരു സാറേ എന്ന് വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അറിയാതെ നമ്മൾ സാറേ എന്ന് വിളിയുമ്പോൾ നമുക്ക് വരത്തില്ല, സുധീർ സാലി എന്ന് വരും. പിന്നെ നമ്മൾ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം നമ്മൾ ഈ നമ്മുടെ ഇതിൻ്റെ ക്യാമറമാൻ നമ്മുടെ ടോൺസ് ചേട്ടൻ വളരെയധികം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്ര സിനിമയുടെ മുമ്പിൽ പോയി ക്യാമറയുടെ മുമ്പിൽ പോയി ഇരുന്ന് അഭിനയിച്ചാലും പുതിയൊരു കുറേ ആൾക്കാർ ക്രൂസൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഇതുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ എല്ലാം ഞങ്ങളെ ധൈര്യപ്പെടുത്തി തന്നതും ഒക്കെ ടോൺസ് ചേട്ടനാണ്. ടോൺസ് ചേട്ടൻ വളരെയധികം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടോൺസ് ചേട്ടന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. കണ്ടോ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയ ഈ ഒരു പടത്തിലേ? അല്ല വേറെ അല്ലേ ഇങ്ങനത്തെ ഒരുത്തനൊക്കെ പടത്തില് അല്ലേ? കുഴപ്പമില്ലേ? അത് നമ്മള് സ്വന്തമായിട്ടല്ലേ കോൺഫിഡൻസ് വരുന്നത്, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു അറിവ് വെച്ച എൻ്റെ ചെറിയൊരു ഇത് പറയാം. എൻ്റെ അറിവ് വെച്ച ഒരു കാലം പോലെ എനിക്ക് വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്. സിനിമയ്ക്ക് വേണ്ടി സിനിമയിൽ അഭിനയിക്കുന്ന അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കിടന്നുറങ്ങുമ്പോഴും അന്നൊക്കെ ചെറുപ്പത്തിൽ കിടന്നുറങ്ങുമ്പോഴും ഈ ലൈറ്റും ക്യാമറയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ നടുവിലാണ് ഞാൻ കിടന്നുറങ്ങണത്. എനിക്ക് ഈ നിമിഷത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്, ഭയങ്കര മനസ്സിന് ഭയങ്കര സങ്കടമുണ്ട്. ഒരു കരച്ചിൽ വരും. കാരണം എന്താ വെച്ചാൽ ഇപ്പം എനിക്ക് ഈ ഒരു പടത്തിൽ ഒരു വലിയൊരു തിയേറ്ററിൽ നമ്മുടെ അത് തീർച്ചയായിട്ടും. കാരണം എന്താ പറയുക, ആ സമയത്തൊക്കെ ഒത്തിരി പേരെന്നെ കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർ വന്ന് അവിടെ നിന്നൊക്കെ ഈ ഡാൻസിലൊക്കെ പോകുമ്പോൾ പുറത്തുള്ള ഒരു
പടത്തിൻ്റെ പാട്ട് സീനിലൊക്കെ പിള്ളേരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൊണ്ടുപോയപ്പോൾ എന്നെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എനിക്ക് ഇത് വരും. പക്ഷേ പറഞ്ഞോ. എന്താ സംഭവിച്ചാൽ കറുത്ത എന്നുള്ളൊരു അല്ലേ, ഈ അഭിനയം അല്ലെങ്കിൽ സിനിമ എന്ന കലയിൽ കറുപ്പ് വെളുപ്പ് അങ്ങനെയൊന്നുമില്ല. കറക്റ്റാ. ആ അത് ജീവിതത്തിലും ജീവിതത്തില് എത്രയോ നല്ല നടന്മാർ കറുപ്പുള്ളവരുണ്ട്, എത്രയോ നല്ല നടന്മാർ വെളുപ്പുള്ളവരുണ്ട്. അതേമാതിരി തന്നെ വെളുത്തിരുന്നത് കൊണ്ട് കഴിവില്ലാത്ത ആളുകൾ ഒരുപാടുണ്ട് അല്ലേ. എത്രയോ വെളുത്തവർ സുന്ദരന്മാർ സുകുമാരന്മാർ നമ്മുടെ മമ്മൂട്ടിയെയും ജയറാമിനെയൊക്കെ വെല്ലുന്ന ആൾക്കാർ നമ്മളുടെ പുറത്ത് നിൽപ്പുണ്ട്. പക്ഷെ അവർക്ക് ആ സിനിമയിൽ അത് ശോഭിക്കാൻ പറ്റില്ല. എത്രയോ കറുത്തവർ നന്നായിട്ട് ആക്ട് ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന എത്രയോ നടന്മാരുണ്ട്. ജനങ്ങൾ കറുപ്പിനെയോ വെളുപ്പിനെയോ അല്ല അംഗീകരിക്കുന്നത്, അവൻ്റെ വ്യക്തിത്വം, അവൻ്റെ പേഴ്സണാലിറ്റി, അവൻ്റെ അഭിനയം, അതാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത്. അതെ, ഈ സിനിമ ഇറങ്ങിയ ശേഷം ഇപ്പൊ ഉണ്ടായിരുന്ന വിഷമം അതിലൊന്നും വിഷമിക്കേണ്ടതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇനി തുടർന്ന് സംസാരിക്കാം. ഞാൻ ആക്ട് ചെയ്തതല്ല ഇവിടെ, എനിക്ക് പെട്ടെന്നൊരു ഇതായിപ്പോയി, ഒരു മനസ്സിനൊരു ആനന്ദക്കണ്ണീരായിരിക്കാം ചിലപ്പോൾ. കാരണം ആ ഒരു ഇതിൽ വന്നിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ പടത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമ്പോൾ അത് എന്താ പറയുക, ജോർജ് ചേട്ടനും സുധീർ സാരി അവരോടൊക്കെ എത്രത്തോളം നന്ദി പറയണമെന്ന് അറിയാൻ പറ്റത്തില്ല. ആ ഒരു കാരണം അതുപോലെ ആ ഒരു സമയത്ത് ചില നടന്മാർക്ക് കത്തെഴുതണ പോലെ, അന്ന് ഇതൊന്നുമില്ല, മൊബൈലൊന്നുമില്ല, അത് കത്തെഴുതണ പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടുകാർക്ക് അല്ല ബന്ധുക്കൊക്കെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ കിട്ടിയിട്ട് അതൊക്കെ വെച്ച് തന്നെ ഒരുപാട് കളിയാക്കി, അങ്ങനെ കുറേ സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ. പിന്നെ നടന്മാർ നമ്മുടെ മണിച്ചേട്ടൻ്റെ ഒക്കെ അടുത്തൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ ഓരോ. പക്ഷേ മണിച്ചേട്ടൻ നല്ലൊരു ഇതാട്ടോ പറഞ്ഞ, നീ ലൊക്കേഷനിലേക്ക് വാന്നുള്ള ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ എന്താ വെച്ചാൽ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെ ഒരു പടത്തിൽ ഒരു വലിയ സ്ക്രീനിൽ കാണണം, ചെയ്യണം എന്നുള്ള. അപ്പോൾ ഇപ്പം കിട്ടിയപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാണ് ഇത്. വന്ന വഴികൾ നമുക്ക് നമ്മളെ കളിയാക്കിയിട്ടുള്ള പല ഇത്, പക്ഷെ അതൊന്നും വിഷയമില്ല, ആരോടും പരിവ പിണക്കൊന്നുമില്ല. പക്ഷെ എന്നാലും ഒന്ന് പറഞ്ഞോളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും കഴിവും ഇത്രയും നിങ്ങളൊക്കെ കഴിവുള്ളവരാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇനി നല്ല റോൾസ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നത്. നിങ്ങൾക്ക് തേടി വരും എന്തായാലും. ഇപ്പൊ ഈ സിനിമ ഇറങ്ങുന്നതോടെ നിങ്ങളുടെ കഴിവുകളാണ് മറ്റുള്ളവർ കാണുന്നത്. അപ്പൊ എന്തായാലും ഇനിയും നല്ല നല്ല റോൾസ് തേടി വരുന്നത് എനിക്ക് ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ അപ്പൂസും രാജുചേട്ടനും മനുവും പറഞ്ഞ മാതിരി ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് തുടങ്ങാൻ പ്ലാനിട്ടിരുന്ന ഒരു സിനിമ, ഒരു ഷോർട്ട് ഫിലിം ആ ഒരു മൂവിയിൽ എന്ന ഒരു ലെവലിലേക്ക് എത്തി. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കുറച്ച് ആളുകളുണ്ട്. ഈ നിക്സൺ സൂര്യൻ, നായകനായിട്ട് വരുന്ന നിക്സൺ സൂര്യൻ എൻ്റെ സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം വഴിയാണ് എനിക്ക് ഇങ്ങനെ ഒരു മൗളി ചേച്ചിയുടെ മകൻ്റെ ക്യാരക്ടർ, ഇങ്ങനെ ഒരു ആളുണ്ട്, ഒരു ചാനൽ ഓണറുടെ വേഷമാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ തോമസിനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം അപ്പോൾ അതിൽ പ്രത്യേകം താങ്ക്സ് പറയുന്ന ആളുകളാണ് നിക്സൺ, പിന്നെ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള സുധീർ സാലി സാറ്, പ്രൊഡ്യൂസറായിട്ടുള്ള ജോർജ് ക്ലിയർ സാറ്. ഈ വ്യക്തികൾക്കെല്ലാം ഞാൻ ഈ അവസരം നന്ദി പറയാൻ വിനിയോഗിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. നല്ല നല്ല ഒരുപാട് അവസരങ്ങൾ കിട്ടും. ആനന്ദാശ്ര അതെ, ആഗ്രഹിച്ച കാര്യം നമ്മള് നേടിയെടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൂവി 1 വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലെ ആഗ്രഹിച്ച പോലെ ഒരുപാട് റോൾസ് ഇട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് കുറെ പുതിയ നടന്മാരെയാണ് സിനിമയിലോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം അത് നിങ്ങളുടെ കരിയറും എല്ലാം വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.